ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. 90s തുടക്കത്തിൽ അമേരിക്കയിലെ ഫേമസ് ആർമി കോളേജിലെ സ്റ്റുഡൻ്റായ കേഡറ്റ് ഫ്രൈ സൂസൈഡ് ചെയ്യുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന ഫ്രൈയുടെ ബോഡിയിൽ നിന്നും അയാളുടെ ഹൃദയം മാത്രം ആരോ മുറിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാനായി കോളേജിലെ ആർമി ജനറൽ ഹിച്ച്കോക്ക് അമേരിക്കയിലെ ഫേമസ് ഇൻവെസ്റ്റിഗേറ്ററായ ലാൻഡറിനെ ഈ കേസ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോയാലോ. അദ്ദേഹമാണ് അമേരിക്കയിലെ ഫേമസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മിസ്റ്റർ ലാൻഡർ. ലാൻഡറിനെ കാണാനായി ആർമി ജനറലായ ഹിച്ച്കോക്ക് വരികയാണ്. ഹിച്ച്കോക്ക് തന്റെ കോളേജിൽ നടന്ന ഫ്രൈയുടെ മരണത്തെപ്പറ്റിയും അയാളുടെ ഹൃദയം കാണാതെ പോയതിനെ പറ്റിയും ലാൻഡറിനോട് പറയും. അങ്ങനെ കേസ് അന്വേഷിക്കാനായി ലാൻഡർ കോളേജിലേക്ക് വരികയാണ്. കോളേജിലെ പ്രിൻസിപ്പൽ ലാൻഡറിനോട് പറയും, ഇത് നമ്മുടെ കോളേജിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഈ കേസ് പുറത്തറിയാതെ തന്നെ താങ്കൾ സോൾവ് ആക്കി തരണം. ഫ്രൈ സൂസൈഡ് ചെയ്തതാണോ അതോ അയാളെ ആരെങ്കിലും കൊന്നതാണോ എന്ന് ഞങ്ങൾക്കറിയണമെന്ന് ലാൻഡറിനോട് പ്രിൻസിപ്പൽ പറയും. ലാൻഡർ അങ്ങനെ ഫ്രൈയുടെ ബോഡി എക്സാമിൻ ചെയ്ത ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. ഡോക്ടർ പറയും, പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന ശേഷമാണ് ഫ്രൈയുടെ ബോഡിയിൽ നിന്നും ആരോ ഒരാൾ ഹൃദയം മുറിച്ചെടുത്തിരിക്കുന്നത്. അതും കൃത്യമായ പ്രിസിഷനിലാണ് ഹൃദയം മുറിച്ചെടുത്തിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളെ കൊണ്ടേ അത് സാധിക്കുള്ളൂ. ലാൻഡർ അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കും, അത് നല്ല ആരോഗ്യമുള്ള ഒരു ഡോക്ടറിനെ കൊണ്ടും സാധിക്കുമല്ലോ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ എന്നെയാണോ സംശയിക്കുന്നത്? സാധാരണ ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയും. ലാൻഡർ അങ്ങനെ ഫ്രൈ തൂങ്ങി മരിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ ആർമി കേഡറ്റായ അലൻ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വരുന്ന ആർമി ജനറൽ ലാൻഡറിനോട് പറയും, ഫ്രൈയെ കൊന്നത് ഞങ്ങളുടെ കേഡറ്റ്സ് ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങളുടെ കോളേജിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, നിങ്ങളത് തീർച്ചയായും തെളിയിക്കണമെന്ന് ലാൻഡറിനെ അയാൾ ഓർമ്മിപ്പിക്കും. ലാൻഡർ അങ്ങനെ ഫ്രൈ തൂങ്ങി മരിച്ച സ്ഥലത്തേക്ക് വരും. എന്നിട്ട് ഫ്രൈയുടെ ഉറ്റ സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും, ഫ്രൈയെ ആരെങ്കിലും കൊന്നതാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന്. എന്നാൽ അവൻ പറയും, ഫ്രൈയെ കൊന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഫ്രൈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങോട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയും. ലാൻഡർ വീണ്ടും മോർച്ചറിയിലേക്ക് ചെന്ന് ഫ്രൈയുടെ ബോഡി എക്സാമിൻ ചെയ്യും. എന്നിട്ട് ഡോക്ടറിനോട് പറയും, നിങ്ങളിത് ശ്രദ്ധിച്ചില്ലേ, ഫ്രൈയുടെ തലയുടെ ബാക്കിൽ ശക്തമായൊരു അടി കൊണ്ട മാർക്കുണ്ടെന്ന് പറയും. അപ്പോഴാണ് അതുവരെ ആരും ശ്രദ്ധിക്കാത്ത പോയൊരു നോട്ട് ഫ്രൈയുടെ കയ്യിൽ നിന്നും ലാൻഡർ കണ്ടെത്തുന്നത്. ലാൻഡർ വീണ്ടും ഫ്രൈ തൂങ്ങുന്ന സ്ഥലത്തേക്ക് വന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുമ്പോഴാണ് കേഡറ്റ് പോ അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഫ്രൈയുടെ കേസ് ഞാനും പാരലായി അന്വേഷിച്ചിരുന്നു എന്ന് പോ പറയും. എനിക്ക് തോന്നുന്നത് ഫ്രൈയെ കൊന്നത് ഒരു കലാകാരനാണ്. കാരണം കലാകാരന്മാർക്ക് മാത്രമേ ഹൃദയത്തിൻ്റെ വില അറിയുള്ളൂ. ഞാനും ഒരു കലാകാരനായതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാകുമെന്ന് പോ ലാൻഡറിനോട് പറയും. ലാൻഡർ പോയോട് പറയും, എനിക്ക് ഈ കേസിൽ നിന്റെ കുറച്ച് ഹെൽപ്പ് വേണമെന്ന്. അതിനുശേഷം ലാൻഡർ അന്ന് ഫ്രൈയുടെ ബോഡിക്ക് കാവൽ നിന്ന കേഡറ്റ്സിനോട് വന്ന് ചോദിക്കും, നീ അല്ലേ അന്ന് ആ ബോഡിക്ക് കാവൽ നിന്നത്? പിന്നെ എങ്ങനെയാണ് ആ ബോഡിയിൽ നിന്ന് ഹാർട്ട് മിസ്സിംഗ് ആയത്? സാർ, അന്ന് നല്ല മഴയുള്ള ഒരു രാത്രിയായിരുന്നു, കൂടാത്തതിന് നല്ല ഇരുട്ടും. അപ്പോഴൊരു സുപ്പീരിയർ ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് എന്നെ ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്തു. നല്ല ഇരുട്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ തോളിൽ ഒരു ബാഡ്ജ് കുറവുണ്ടായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ അന്ന് രാത്രി പുറത്തെ ബാറിൽ വെച്ച് ലാൻഡറും പോയും മീറ്റ് ചെയ്യും. ലാൻഡർ പോയോട് ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഈ കേസിലെ ക്രിമിനൽ ഒരു പോയറ്റാണെന്ന്? എന്നാൽ പോ പറയും, എനിക്കും ലിറ്ററേച്ചറും കവിതയും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഈ കേസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതുമായി ബന്ധപ്പെട്ട ആരോ ഒരാളാണ് ഈ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ആർമി കോളേജിലുള്ള ഏതെങ്കിലും ഒരു കേഡറ്റ് തന്നെ ആയിരിക്കാം. എന്തായാലും ഈ കേസ് അന്വേഷണത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ലാൻഡറിന് പോ വാക്ക് കൊടുക്കും. എന്നാൽ അടുത്ത ദിവസം ലാൻഡർ വീണ്ടും മരണപ്പെട്ട ഫ്രൈയുടെ ഫ്രണ്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഫ്രൈയും അവൻ്റെ ഫ്രണ്ട്സുമായി എന്തോ ഒരു വാക്കുതർക്കം മരിക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നത്. അത് സാധാരണ ഒരു പ്രശ്നം മാത്രമാണ് സാർ എന്നവർ പറയുമെങ്കിലും അതിലൊരാൾ നന്നായി പേടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ജനറൽ ഹിച്ച്കോക്ക് ലാൻഡറിനെ തന്നെ ഓഫീസിൽ വിളിച്ച ശേഷം പറയും, മിസ്റ്റർ ലാൻഡർ, സിറ്റിക്ക് പുറത്തെ ഒരു കാറ്റിൽ ഫാമിൽ ഒരു പശു കൊല്ലപ്പെട്ടിരിക്കുന്നു. ഫ്രൈയുടേതുപോലെ തന്നെ ആ പശുവിൻ്റെയും ഹൃദയം ആരോ മോഷ്ടിച്ചിരിക്കുകയാണ്. ആ കേസിനും ഈ കേസിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. പ്രതി നമ്മുടെയൊക്കെ മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും ഞാൻ അവനെ കണ്ടുപിടിക്കുമെന്ന് ലാൻഡർ ഹിച്ച്കോക്കിന് വാക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ലാൻഡർ നേരെ കാണാൻ വന്നത് പോയുടെ അടുത്തേക്കാണ്. പോയോട് പറയും, നമ്മൾ വളരെ അലർട്ടായിരിക്കേണ്ട സമയമാണ് പോ, കാരണം പ്രതി നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അക്കാദമിക്കുള്ളിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയി നടക്കുന്നുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണമെന്ന് പോയോട് പറയും. എന്നാൽ തിരികെ വീട്ടിലെത്തിയ ലാൻഡർ അന്ന് ഫ്രൈയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ലെറ്റർ പാഡിനുള്ളിൽ എന്താണെന്ന് അറിയാൻ കുറേ ശ്രമിച്ചെങ്കിലും അയാൾക്കത് കണ്ടെത്താനായില്ല. അങ്ങനെ പോയും ലാൻഡറും കൂടി ആ ലെറ്റർ പാഡിനുള്ളിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് അറിയാൻ കുറേ അധികം ശ്രമിക്കും. എന്നാൽ ഒടുവിൽ പോ ഇത് കണ്ടുപിടിക്കും. ഡോൺ ബി ലേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഒരു പെൺകുട്ടിയായിരിക്കാം എഴുതിയിരിക്കുന്നത്. അവൾ ഒരു പക്ഷേ മരിച്ചുപോയ ഫ്രൈയുടെ കാമുകിയായിരിക്കാം. അവളായിരിക്കാം ഈ കേസിലെ പ്രതിയും അല്ലെങ്കിൽ സാക്ഷിയും. ഇത് ആരാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് പോ ലാൻഡറിനോട് പറയും. എന്നാൽ അടുത്ത ദിവസം പോയ്ക്കൊരു അജ്ഞാത ലെറ്റർ കിട്ടുകയാണ്. മീറ്റ് മീ അറ്റ് ദ ഹൗസ്, ടേക്ക് കറേജ് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്നാൽ ലാൻഡർ ഇതേ സമയം അന്ന് ഹിച്ച്കോക്ക് പറഞ്ഞ പശുക്കൾ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് വരികയാണ്. അത് ആകപ്പാടെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് ലാൻഡർ ശ്രദ്ധിക്കുന്നത്, ഫ്ലോറിൽ എന്തോ മെഴുകുതിരി ഉരുകി കിടക്കുകയാണ്. ലാൻഡർ അത് പതിയെ ഇളക്കിയെടുക്കും. എന്നാൽ ഒരിക്കലും ഇങ്ങനൊരു മെഴുകുതിരി ആ കാറ്റ് ഫാമിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോഴേക്കും പോയും അങ്ങോട്ടേക്ക് ഓടിയെത്തും. അവർ രണ്ടുപേരും ആ കാറ്റിൽ ഫാമിൻ്റെ ഫ്ലോറിൽ വരച്ചിരുന്ന മാന്ത്രിക വലയം തങ്ങളുടെ പേപ്പറിൽ വരച്ചെടുക്കും. ഇതെന്തോ മന്ത്രവാദ കളമാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും മന്ത്രവാദത്തെ പറ്റിയും സെയ്റ്റാനിക് വർഷിപ്പിനെയും പറ്റി നന്നായി പഠിച്ചിട്ടുള്ള പ്രൊഫസർ ആൽബർട്ടിനെ പോയി കാണും. ആൽബർട്ട് പറയും, ഇത് ലൂസിഫറിനെ ആരാധിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു മന്ത്രവാദമാണ്. ഇത് പൊതുവേ ചെയ്യുന്നത് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള
ഒരു തരം ക്രിയയാണെന്ന് പറയും. തിരികെ എത്തിയപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സൈത്താനിക് വർഷിപ്പ് നടത്തുന്നുണ്ടോ എന്ന് തങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചറിയാൻ ശ്രമിക്കും. എന്നാൽ കേസ് അന്വേഷിക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഡോക്ടർ ഡാനിയലിൻ്റെ അടുത്ത് വന്ന് പറയും തനിക്ക് നല്ല നെഞ്ചുവേദനയാണെന്ന്. എന്നിട്ട് ആ ലെറ്റേഴ്സ് കൊണ്ടുവന്നു ആർമി ജനറലിനെ കാണിച്ച ശേഷം പറയും തനിക്ക് നല്ല നെഞ്ചുവേദനയാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ലീവ് എടുക്കും. എന്നാൽ ഇതെല്ലാം തന്നെ കൊല്ലപ്പെട്ട ഫ്രൈയുമായി വഴക്കുണ്ടാക്കിയ അവൻ്റെ ഫ്രണ്ട് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കേസിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ലാൻഡറിലെ വീട്ടിലേക്ക് വരുന്നപ്പോൾ ലാൻഡറിൻ്റെ വീട്ടിൽ ഒരു പൊയറ്റിക് ബുക്ക് ഇരിക്കുന്നത് കാണും. നിങ്ങൾക്കും പൊയറ്റിക് ബുക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ലാൻഡർ പറയും അതെൻ്റെയല്ല, എൻ്റെ മോളുടേതാണ്, അവൾ കുറച്ചു കാലം മുൻപ് മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നപ്പോൾ ലാൻഡറിനോട് സോറി പറയും. രാവിലെ മുഴുവൻ ലാൻഡറിൻ്റെ കൂടെ കേസ് അന്വേഷിച്ച് ടയേർഡായപ്പോൾ രണ്ടെണ്ണം അടിക്കാമെന്ന് പറഞ്ഞ് ബാറിലേക്ക് വരുമ്പോൾ ഡാനിയൽ ഡോക്ടറിൻ്റെ മകനും അവൻ്റെ ഫ്രണ്ട്സും അവിടെ ഇരുന്ന് മദ്യവെക്കുന്നത് കാണും. പോയും അവരോടൊപ്പം ഇരുന്ന് രണ്ടെണ്ണം കഴിക്കും. എന്നാൽ അന്ന് രാത്രി കേസിനെക്കുറിച്ച് അന്വേഷിക്കാനായി തൻ്റെ അക്കാദമിയിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ഹിച്ച്കോക്ക് കാണും. ഹിച്ച്കോക്ക് പോയോട് ചോദിക്കും നീ ലീവല്ലേ, നീ പിന്നെ എന്തിനാണ് ക്യാമ്പസിനുള്ളിൽ വന്നതെന്ന്. സോറി സാർ, ഞാനൊരു ബുക്ക് എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരുവിധം ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്നും തടി തപ്പും. എന്നാൽ ഇതേ സമയം ലാൻഡറിന് തൻ്റെ മരിച്ചുപോയ മകൾ തൻ്റെ മുന്നിൽ വന്നതുപോലെ തോന്നും. അയാൾക്ക് തൻ്റെ മകളെ അത്രയധികം ഇഷ്ടമായിരുന്നു. മകൾ മരണപ്പെട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ലാൻഡറിന് അവൾ മരണപ്പെട്ടു എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം പുലർച്ചെ തന്നെ മരണപ്പെട്ട ഫ്രൈയുടെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയാണ്. അക്കാദമിയിലെ ഉയർന്ന ഓഫീസേഴ്സും ലാൻഡറും അതിൽ പങ്കെടുക്കാനായി സെമിത്തേരിയിലേക്ക് എത്തും. അടക്കത്തിന് ശേഷം കൊല്ലപ്പെട്ട ഫ്രൈയുടെ അമ്മ കരഞ്ഞുകൊണ്ട് ലാൻഡറിൻ്റെ അടുത്ത് വന്ന് പറയും ഇതാണ് എൻ്റെ മകൻ്റെ പേഴ്സണൽ ഡയറി, കേസിൻ്റെ ആവശ്യത്തിന് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ആ ഡയറി അയാളുടെ കയ്യിൽ കൊടുക്കും. അവരോട് സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഡാനിയൽ ഡോക്ടറിൻ്റെ വൈഫ് ലിയ ലാൻഡറിനെ പരിചയപ്പെടാനായി വരുന്നത്. ലാൻഡറിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് കൃത്യമായി അറിയാവുന്ന ലിയ അത് പറഞ്ഞ് അയാളെ കുത്താൻ ശ്രമിക്കും. ലിയ വളരെ റൂഡായ ഒരു സ്ത്രീയാണ്. അതിനുശേഷം ലാൻഡറിനെ അവരുടെ വീട്ടിൽ ഡിന്നറിനായി ഇൻവൈറ്റ് ചെയ്യും. ലാൻഡറിനോടൊപ്പം ആ ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കാനായി കൂടെ പോകും. അവിടെ വെച്ചാണ് ഡാനിയൽ ഡോക്ടറിൻ്റെ അതീവ സുന്ദരിയായ മകളെ കാണുന്നത്. എന്നാൽ ഡോക്ടറുടെ മകൾ ജൂലിയെ വളയ്ക്കാനായി അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്നത് അവന് ഒട്ടും ഇഷ്ടമായില്ല. എന്നാൽ അതിനുശേഷം എല്ലാവരും പോയ ശേഷം ജൂലിയെ കാണാനായി അവളുടെ മുറിയിലേക്ക് ചെല്ലും. ലിയ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിയാനോ വായിച്ചതിന് അവൻ അപ്രീഷിയേറ്റ് ചെയ്യും. അവർക്ക് രണ്ടുപേർക്കും ലിറ്ററേച്ചറിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അവളെ അടുത്ത ദിവസം ഡേറ്റിനായി ഒരു സ്ഥലം വരെ പോകാനായി ക്ഷണിക്കും. എന്നാൽ ഇതേ സമയം ഫ്രൈയുടെ പേഴ്സണൽ ഡയറി വായിച്ച ലാൻഡറിന് അതിൽ നിന്ന് കുറേയധികം ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ അടുത്ത ദിവസം ജൂലിയും അടുത്തുള്ള സെമിത്തേരിയിൽ വെച്ച് കാണുകയാണ്. അവർ രണ്ടുപേരും തങ്ങളുടെ ഇഷ്ടങ്ങൾ പരസ്പരം തുറന്നു പറയും. അവർക്ക് വല്ലാത്തൊരു കണക്ഷൻ തോന്നും. എന്നാൽ ഇതിനിടയിൽ ജൂലിയ വല്ലാണ്ട് ചുമയ്ക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ചുമച്ച് താഴേക്ക് ബോധം കെട്ട് വീഴും. അവളെ പിടിച്ചുയർത്തിയ ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രീസിങ് കോൾഡ് അല്ലേ, അതുകൊണ്ടാണെന്ന് പറയും. എന്നാൽ അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം കൈകോർത്ത് നടക്കുകയും അവർ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യും. ഇന്ന് ഈവനിങ് കേസിനെ പറ്റി പറയാനായി ലാൻഡറും പരസ്പരം കാണും. ലാൻഡർ പോയോട് പറയും ഫ്രൈയുടെ ഡയറിയിൽ നിന്ന് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാടധികം ജോലികളുണ്ടെന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ വളരെ ദേഷ്യത്തിൽ ക്യാപ്റ്റൻ ഹിച്ച്കോക്ക് ലാൻഡറിൻ്റെ വീട്ടിൽ വന്ന് പറയും എൻ്റെ 2 പട്ടാളക്കാരെ കൂടി മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ മിസ്സിംഗ് ആയ കേഡറ്റിനെ അന്വേഷിച്ച് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരും ആ കാട് മുഴുവൻ സെർച്ച് ചെയ്യും. എല്ലായിടത്തും സെർച്ച് ചെയ്തെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. എന്നാൽ അവസാനം ഒടുവിൽ അയാളുടെ ബോഡി ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിരിക്കുന്നത് അവർ കാണും. അയാളുടെയും ഹൃദയം ആരോ ഒരാൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ ഫ്രൈയുടേതുപോലെയല്ല, വളരെയധികം ക്രൂരമായാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ബോഡി എക്സാം ചെയ്ത ഡോക്ടർ ഡാനിയൽ പറയും ഇയാളെ വളരെയധികം ടോർച്ചർ ചെയ്ത് ക്രൂരവും പൈശാചികവുമായാണ് ഇയാളുടെ ഹൃദയം മുറിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രൈയുടെ ബോഡിയിൽ നിന്നും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഹൃദയം മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഇതാണ് ഈ 2 കൊലപാതകങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് ഡോക്ടർ ഡാനിയൽ പറയും. എന്നാൽ ഇതേ സമയം ക്യാപ്റ്റൻ ഹിച്ച്കോക്ക് പറയും ഇതിനെല്ലാം പിന്നിലുള്ളത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് രാത്രി അവൻ ആർമി ഓഫീസിൽ നുഴഞ്ഞു കയറുന്നത് ഞാൻ കണ്ടു. അവൻ ഈ കേസ് പാരലായി അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവനായിരിക്കും ഈ കേസിൻ്റെ പിന്നിലെന്ന്. എന്നാൽ ലാൻഡർ പറയും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, കാരണം പോയും ഫ്രൈയും തമ്മിൽ യാതൊരു പരിചയവുമില്ല എന്ന്. എന്നാൽ ഹിച്ച്കോക്ക് പറയും ആരാണ് നിന്നോട് അങ്ങനെ പറഞ്ഞത്, പോയ്ക്ക് നേരത്തെ തന്നെ ഫ്രൈയെ അറിയാമായിരുന്നു എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന ലാൻഡർ ഉടനെ തന്നെ പോയുടെ അടുത്ത് വന്ന് പറയും നീ ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നു, നിനക്ക് ഫ്രൈയെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്, നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്, സത്യം പറ, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നീയാണോ എന്ന് ചോദിക്കും. എന്നാൽ വിഷം വന്നപ്പോൾ അയാളോട് പറയും ഒരിക്കലും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഞാനല്ല, ഞാനും നിങ്ങളെപ്പോലെ ഈ കേസ് അന്വേഷിക്കുകയാണ്. ലാൻഡർ വീണ്ടും തൻ്റെ സുഹൃത്തായ പറഞ്ഞത് വിശ്വസിക്കും. എന്നാൽ അടുത്ത ദിവസം ഡോക്ടർ ഡാനിയലിൻ്റെ വീട്ടിലെത്തുമ്പോൾ ലാൻഡർക്ക് അവിടെ നിന്നും ഒരു പഴയ ആർമി ഓഫീസറിൻ്റെ യൂണിഫോം കിട്ടും. ലാൻഡർ ആ യൂണിഫോം എടുത്തുകൊണ്ടുവന്ന് ഡാനിയലിനോട് ഫാമിലിയോടും ചോദിക്കും നിങ്ങളല്ലേ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെല്ലാം. മരിച്ച രാത്രി അയാളുടെ ബോഡിക്ക് കാവൽ നിന്ന കേഡറ്റ്സിനെ പറഞ്ഞയച്ച ആർമി ഓഫീസറിൻ്റെ യൂണിഫോമിലും ഒരു ബാഡ്ജ് ഇല്ലായിരുന്നു, ഈ യൂണിഫോമിലും ഒരു ബാഡ്ജ് ഇല്ല, നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഇതെൻ്റെ ഫ്രണ്ടിൻ്റെതാണ്, അത് കുറേ നാളായി ഇവിടെ കിടക്കുന്നു, നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നതെന്ന്. ലാൻഡർ ഉടനെ തന്നെ ആർമി ജനറലിനെ കണ്ട ശേഷം പറയും അല്ല ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആ ഡോക്ടർ ഡാനിയലും ഫാമിലിയുമാണ്, അവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഡോക്ടർ ഡാനിയലിനെ അറസ്റ്റ് ചെയ്യാനായി ലാൻഡർ അയാളുടെ വീട്ടിലെത്തും. എന്നിട്ട് അയാളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത്
തൻ്റെ മകൾക്ക് ഒരു വലിയ ഡിസീസ് ഉണ്ട്. താൻ എത്ര കഷ്ടപ്പെട്ട് അവളെ രക്ഷിക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ചെകുത്താനെ ആരാധിക്കാൻ തുടങ്ങി, ഹൃദയങ്ങൾ വെച്ച് മന്ത്രവാദങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എങ്ങനെയെന്നറിയില്ല എൻ്റെ മകളുടെ ആയുസ് നീട്ടിക്കിട്ടി. പക്ഷേ ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തത് ഞങ്ങളല്ല എന്ന് പറയും. എന്നാൽ ഇതേ സമയം സ്നേഹം നടിച്ച് ജൂലിയ പോയെ തൻ്റെ മന്ത്രവാദത്തിനായി ഉപയോഗിക്കാൻ പോവുകയാണ്. ജൂലിയയും അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് പോയുടെ ഹൃദയം മുറിച്ചെടുക്കാനായി നോക്കുകയാണ്. അങ്ങനെ നിരപരാധിയായ പോയെ കൊന്ന് അവൻ്റെ ഹൃദയമെടുത്ത് അവർ മന്ത്രവാദത്തിനായി ഉപയോഗിക്കാനായി തുടങ്ങുമ്പോഴേക്കും ലാൻഡർ അങ്ങോട്ടേക്കെത്തി പോയെ രക്ഷിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജൂലിയയും അവളുടെ ചേട്ടനും മരിക്കുകയും ചെയ്യും. എന്നാൽ അവളുടെ അമ്മയെയും പോയെയും ലാൻഡർ രക്ഷിക്കും. ഇവിടെ നിന്ന് സേഫായി ലാൻഡർ പോയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. എന്നിട്ട് ആർമി ജനറലോട് പറയും, നിങ്ങളുടെ കേസ് ഞാനിപ്പോൾ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്, ഇനി എനിക്ക് തിരിച്ച് എൻ്റെ ഗ്രാമത്തിലേക്ക് പോകണമെന്നും പറഞ്ഞ് ലാൻഡർ അവരോട് യാത്ര പറഞ്ഞ് തിരികെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ദിവസം ലാൻഡറിനെ കാണാനായി പോ ലാൻഡറിൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. പോ വളരെ പതിഞ്ഞ സ്വരത്തിൽ ലാൻഡറിനോട് പറയുകയാണ്, നിങ്ങളൊരു സമർത്ഥനായ കള്ളനാണ്, എല്ലാവരെയും നിങ്ങൾ വിഡ്ഢിയാക്കി. നിങ്ങളാണ് എനിക്ക് ഈ ലെറ്റർ എഴുതിയതെന്നും കൊല്ലപ്പെട്ട ഫ്രൈയുടെ കയ്യിലിരുന്ന ലെറ്റർ നിങ്ങൾ തന്നെ വെച്ചതാണെന്നും നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്നും എനിക്ക് കൃത്യമായി ഇപ്പോൾ അറിയാമെന്ന് പറയും. ഇതെല്ലാം നടക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫ്രൈയും അവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ലാൻഡറിൻ്റെ മകളെ റേപ്പ് ചെയ്യും. എന്നാൽ അതിൽ ആകപ്പാടി തെളിവായി ഉണ്ടായിരുന്നത് ഒരു കൊന്തയായിരുന്നു. ആ കൊന്ത ആരുടേതെന്ന് കണ്ടെത്താനായി ലാൻഡർ ഒരുപാട് പരിശ്രമിച്ചെങ്കിലും ഒടുവിൽ അത് ഫ്രൈയുടേതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഈ വിഷമം താങ്ങാനാവാതെ ലാൻഡറിൻ്റെ പൊന്നുമകൾ ഒരു മകളയുടെ മുകളിൽ നിന്നും അയാളുടെ മുന്നിൽ വെച്ച് എടുത്തു ചാടി സൂസൈഡ് ചെയ്യുകയാണ്. എന്നാൽ ഡോക്ടറിനെയും ഡോക്ടറിൻ്റെ ഫാമിലിയെയും കുറിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ ഇതെല്ലാം തന്നെ ഡോക്ടറിൻ്റെ ഫാമിലിയുടെ തലയിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഫ്രൈയുടെ ഡയറി കിട്ടിയ ശേഷം ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി മനസ്സിലാക്കിയ നിങ്ങൾ ബാക്കിയുള്ളവരെയും ഹണ്ട് ചെയ്ത് കൊന്നു. എന്നിട്ടൊരു ആർമി ഓഫീസറുടെ യൂണിഫോമും ഇട്ട് അവിടെ ഉണ്ടായിരുന്ന ഗാർഡിനെ പറഞ്ഞയച്ച ശേഷം ഫ്രൈയുടെ ഹാർട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു. ഡോക്ടറിൻ്റെ ഫാമിലിയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഡോക്ടറിൻ്റെ ഫാമിലിയുടെ തലയിൽ വരുമെന്നും അറിയാമായിരുന്നു എന്ന് പോ പറയും. ലാൻഡർ പറയും, എനിക്കറിയാമായിരുന്നു ഒരു ഡേ ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന്. എന്നാൽ പോ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ ശേഷം എല്ലാ തെളിവുകളും തന്നെ അവിടെ വെച്ച് നശിപ്പിച്ച് തിരികെ തൻ്റെ ക്യാമ്പിലേക്ക് പോകും. അങ്ങനെ തൻ്റെ മകളെ ക്രൂരമായി ഉപദ്രവിച്ച് അവളെ മരണത്തിന് വിട്ടുകൊടുത്ത എല്ലാവരോടും ആ അച്ഛൻ പ്രതികാരം വീട്ടും. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം.